കോടികളുടെ പകിട്ടിൽ പടുത്തുയർത്തിയ ഒരു വന്യജീവി സാമ്രാജ്യം. ലോകം ഇതിനെ വൻതാര എന്ന് വിളിക്കുമ്പോൾ ഒരു വിഭാഗം പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെ വിളിക്കുന്നത് കോർപ്പറേറ്റ് മൃഗശാല എന്നാണ്. ഗുജറാത്തിലെ ജാംനഗറിലെ 6000 ഏക്കർ ഭൂമിയിൽ ആനന്ദ് അംബാനി ഒരുക്കിയ ഈ ഹരിതവനം ഇന്ന് വലിയൊരു സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. 2008 ഒരു ആനക്കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ഈ യാത്ര ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വന്യജീവികളെ ഒരു കുടക്കീഴിലെത്തിക്കുമ്പോൾ ഇത് യഥാർത്ഥ സംരക്ഷണമാണോ, അതോ വന്യജീവികളുടെ സ്വാഭാവിക അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമാണോ എന്ന ചോദ്യമുയരുന്നു. വൻതാരയുടെ തിളക്കത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില കറുത്ത പാടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആനകളെയും മറ്റു വന്യജീവികളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി ജാംനഗറിലെ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണെന്നതാണ് പ്രധാന വിമർശനം. വന്യജീവി സംരക്ഷണ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ഇത്തരം സ്വകാര്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് വഴിമരുന്നിട്ടത് ആർക്കു വേണ്ടിയായിരുന്നു എന്ന സംശയം പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തുന്നു. 2008 ഗൗരി എന്ന പരിക്കേറ്റ ആനയെ ദത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ദൗത്യം ആരംഭിച്ചത്. ഇന്ന് ജാംനഗറിലെ 3500 ഏക്കറിലധികം വരുന്ന ഭൂമിയിൽ വൻതാര വളർന്നു പന്തലിക്കുമ്പോൾ അവിടെ 2000-ലധികം ആനകളും ആയിരക്കണക്കിന് വന്യമൃഗങ്ങളും വസിക്കുന്നു. ഓരോ ആനയ്ക്കും പേരുണ്ട്. ഓരോന്നിൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങൾ ആനന്ദിനറിയാം. ആനകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ലോകോത്തര ആശുപത്രിയിൽ അത്യാധുനിക എക്സ്റേ മെഷീനുകൾ മുതൽ ഹൈഡ്രോതെറാപ്പി പൂളുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. ഇത് കേവലം പ്രദർശനത്തിനല്ല, മറിച്ച് വേദന അനുഭവിക്കുന്ന ജീവികൾക്ക് രാജകീയമായ ചികിത്സ നൽകാനാണ്. വൻതാരയുടെ വിസ്തൃതിയും അവിടുത്തെ മൃഗങ്ങളുടെ വൈവിധ്യവുമാണ് ലോകത്തെ ഞെട്ടിക്കുന്നത്. ഇന്ത്യയിലെ കാടുകളിൽ നിന്ന് മാത്രമല്ല, കടൽ കടന്നും വൻതാരയിലേക്ക് അതിഥികളെത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കൊളംബിയയിലെ കൊക്കൈൻ ഹിപ്പോകൾ. ഒരു കാലത്ത് കുപ്രസിദ്ധ മയക്കുമരുന്ന് രാജാവ് പാബ്ലോ എസ്കോബാർ വളർത്തിയിരുന്ന ഹിപ്പോപൊട്ടാമസുകളെ കൊളംബിയയിൽ നിന്ന് വിമാനമാർഗം ജാംനഗറിലെത്തിച്ചത് വലിയ വാർത്തയായിരുന്നു. മെക്സിക്കോയിൽ നിന്നും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ക്രൂരത നേരിട്ട മൃഗങ്ങളെ ആനന്ദ് അംബാനി തന്റെ ചിറകിനടിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഈ സ്നേഹസാമ്രാജ്യത്തിന് പിന്നിൽ CSR ഫണ്ടിംഗ് എന്ന വലിയൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. റിലയൻസ് എന്ന ആഗോള കമ്പനിയുടെ ലാഭവിഹിതത്തിന്റെ വലിയൊരു ഭാഗം വൻതാരയിലേക്ക് ഒഴുകുന്നു. ഇത് റിലയൻസിന് കേവലം ഒരു നികുതി ഇളവ് മാത്രമല്ല നൽകുന്നത്. ലോകം മുഴുവൻ ഫോസിൽ ഇന്ധനങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ റിലയൻസ് തങ്ങളുടെ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ വൻതാരയെ ഉപയോഗിക്കുന്നു. മലിനീകരണമുണ്ടാക്കുന്ന കമ്പനി എന്ന പേരുദോഷം മാറ്റി പരിസ്ഥിതിയുടെ കാവൽക്കാർ എന്ന പുതിയ ലേബലിൽ ഇതിലൂടെ അവർ ഇമേജ് ബിൽഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന വലിയ ഗ്രീൻ എനർജി പ്രോജക്റ്റുകൾക്ക് ഈ ഗ്രീൻ ഇമേജ് വലിയ സഹായമാണ്. വൻതാരയുടെ കവാടങ്ങൾ സാധാരണക്കാർക്ക് മുന്നിൽ ഇന്നും കൊട്ടിയടക്കപ്പെട്ട നിലയിലാണ്. എന്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് അവിടെ പ്രവേശനമില്ല എന്ന ചോദ്യത്തിന് അനന്ത് നൽകുന്ന മറുപടി ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്നതാണ്. മൃഗങ്ങൾക്ക് മനുഷ്യരുടെ ശല്യമില്ലാതെ ജീവിക്കണം. എന്നാൽ അംബാനി കുടുംബത്തിലെ ആഘോഷങ്ങൾ വരുമ്പോൾ ഈ നിയമം അപ്രത്യക്ഷമാകും. ലോകത്തെ നിയന്ത്രിക്കുന്ന മാർക്ക് സക്കർബർഗും ബിൽ ഗേറ്റ്സും മറ്റും അവിടെ അതിഥികളായി എത്തുന്നു. പണവും സ്വാധീനവുമുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബായി വൻതാര മാറുന്നു എന്ന വിമർശനം ഇവിടെയാണ് ശക്തമാകുന്നത്. സാധാരണക്കാരൻ പുറത്തെ മതിലിനപ്പുറം നിന്ന് ആ അത്ഭുത ലോകത്തെ സ്വപ്നം കാണുമ്പോൾ കോടീശ്വരന്മാർ അവിടെ ആനകൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്നു. രാഷ്ട്രീയമായും വൻതാര വലിയ തണലിലാണ് വളരുന്നത്. വന്യജീവി നിയമങ്ങളിൽ വന്ന ഭേദഗതികൾ, സർക്കാർ മൃഗശാലകളിൽ നിന്ന് ആനകളെ കൈമാറാനുള്ള എളുപ്പവഴികൾ എന്നിവയെല്ലാം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഫലമാണെന്ന് ആരോപണമുണ്ട്. പല മൃഗശാലകൾക്കും റിലയൻസ് വലിയ തുകകൾ ഫണ്ടായി നൽകുമ്പോൾ പകരമായി അവർ തങ്ങളുടെ മൃഗങ്ങളെ വൻതാരയ്ക്ക് നൽകുന്നു. ഇതൊരു തരം ബിസിനസ് ഡീലായി മാറിയിരിക്കുന്നു. പരിക്കേറ്റ ആനക്കുട്ടിയെ കണ്ട് വിങ്ങുന്ന ആൺകുട്ടിയുടെ കഥയിൽ തുടങ്ങി ആഗോള രാഷ്ട്രീയത്തെയും കോർപ്പറേറ്റ് ബുദ്ധിയെയും വരെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് വൻതാര വളർന്നു കഴിഞ്ഞു. വൻതാരയിലെ ആനകൾക്ക് ലഭിക്കുന്ന ലഡുവും മസാജും ഒരു വശത്ത്, കാരുണ്യത്തിന്റെ കഥ പറയുമ്പോൾ മറുവശത്ത് അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയുടെ ഇമേജ് ബിൽഡിംഗ് കൂടിയാണ്. വേദനയുടെ കണ്ണീർ തുടയ്ക്കാൻ അംബാനി തീർത്ത ഈ കാട്
പ്രകൃതിയുടെ ശ്വാസമാണോ അതോ പണത്തിന്റെ ഹുങ്കാണോ എന്നത് ഇന്നും വലിയൊരു സമസ്യയായി തുടരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുവാനും മറക്കില്ലല്ലോ. മറ്റൊരു സ്റ്റോറിയുമായി അടുത്ത ലക്കത്തിൽ കാണാം.